الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب اشرح ما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. ശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. ഏറെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ നമുക്കെല്ലാം ഒരുമിച്ച് കൂടുവാൻ തൗഫീഖ് നൽകിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തു നഈമിലും നമ്മെല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചവൻ നമുക്കെല്ലാം മാപ്പാക്കി തരട്ടെ. അള്ളാഹു കനിഞ്ഞേകുന്ന ഈ ദുനിയാവിലെ നമ്മളുടെ ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മളുടെ മാതാപിതാക്കൾ, ഉറ്റവർ, ഉടയവർ, ഇണയും തുണയും ഒക്കെയായവർ എല്ലാവർക്കും പടച്ചവൻ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങളിൽ അള്ളാഹു സമാധാനവും ശാന്തിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, വർത്തമാനകാലത്ത് വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് തിന്മയുടെ വാതിലുകളുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഈ കാലഘട്ടം മനുഷ്യന് തെറ്റുകളിലേക്ക് വഴുതി വീഴുവാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്, ധാരാളം സന്ദർഭങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കൽ അവന്റെ ബാധ്യതയാണ്. അവന് നാളെ സ്വർഗം കിട്ടാൻ കാരണമാണ്. ഇന്നത്തെ കാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് റീൽസുകൾ. മനുഷ്യന് ജീവിതത്തിന്റെ റിയൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ജീവിതങ്ങളെല്ലാം റീൽസുകളാണ്. നമ്മൾ മൊബൈൽ തുറന്നു നോക്കിയാൽ റീൽസാണ്. സന്തോഷത്തിനും റീൽസാണ്, ദുഃഖത്തിനും റീൽസാണ്, നല്ലതിനും റീൽസാണ്, മോശമായതിനും റീൽസാണ്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ, പൊതുസമൂഹത്തിൽ നിന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സാധാരണ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇസ്ലാമിലുണ്ടാകാം. അത് പൊതുബോധത്തിൽ അവർ ചിന്തിക്കുമ്പോൾ ഭൗതിക ലോകത്ത് ജീവിതത്തിൽ സ്വാതന്ത്ര്യവും ജീവിതത്തിൽ അവർക്കെല്ലാ സന്തോഷവും അതിർവരമ്പുകൾ വിട്ട് ആസ്വദിക്കാൻ അവകാശമുണ്ടാകണമെന്ന് വാദിക്കുന്നവർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അവരെ ബാധിക്കുന്ന വിഷയമല്ല നമ്മൾ പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ദുനിയാവിൽ ജീവിക്കാൻ അവർക്ക് അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്ന്, ആ ചട്ടക്കൂട്ടിൽ നിന്ന് ജീവിക്കുമ്പോഴാണ് ഒരു മുസ്ലിമിന് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ സാധ്യമാകുന്നത്. അപ്പോൾ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് നമ്മളുടെ വിഷയങ്ങൾ പ്രശ്നമല്ല, അവരുടെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല. എന്നാൽ മുസ്ലിമായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഖബറിൽ രക്ഷയും ശിക്ഷയും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന ഭയാനകതയുണ്ട്. ആ ഖിയാമത്ത് നാളിൽ മഹ്ശറയുണ്ട്, സിറാത്തുണ്ട്, ഹിസാബുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവരാണല്ലോ മുഅ്മിൻ, വിശ്വാസി. അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ ജീവിതത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്, ഒരുപാട് അതിർവരമ്പുകളുണ്ട്, ഒരുപാട് കൺട്രോൾ അവർ ചെയ്യേണ്ടതുണ്ട്. അവർക്കേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ.
ഇന്ന് സഹോദരിമാരെയാണ് കൂടുതലായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് റീൽസുകൾ. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി സ്ത്രീയുടെയും പുരുഷന്റെയും ഔറത്താണ്. സ്ത്രീ എന്ത് ധരിക്കണം, പുരുഷൻ എന്ത് ധരിക്കണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം നിഷ്കർഷിക്കുന്നത് പോലെ ലോകത്ത് ഒരു മതവും അല്ലെങ്കിൽ ഒരു ശാസ്ത്രവും അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ എന്ത് ധരിക്കണം, സ്ത്രീ എന്ത് ധരിക്കണം, കൃത്യമായ നിലപാടുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അത് പാലിക്കുന്നവർക്കാണ് പരലോകത്ത് വിജയമുള്ളത്. അത് കാറ്റിൽ പറത്തിയിട്ട് എന്റെ ജീവിതമാണ്, എന്റെ ഇഷ്ടമാണ്, അതാണ് ഇന്നത്തെ സന്ദേശം. പുതിയ തലമുറയില്, പുതിയ ജനറേഷൻ അല്ലെ, മൈ ലൈഫ് മൈ ചോയ്സ്. അതിന് എതിർത്ത് നിന്നാൽ സ്വന്തം അധ്യാപകനെ പോലും കുത്തിക്കൊന്നുകളയും. ഇന്നലത്തെ വാർത്ത പുതിയത് അതല്ലേ, തലമുടി നല്ലതുപോലെ വെട്ടണമെന്ന് പറഞ്ഞതിന് പ്രിൻസിപ്പലിനെ കുത്തിക്കൊന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കാരണം എന്താ? എന്റെ ജീവിതം, എന്റെ ഇഷ്ടം, അതാണ്. അതിനെ ചോദ്യം ചെയ്യാൻ അധ്യാപകന് അവകാശമില്ല, മാതാപിതാക്കൾക്ക് അവകാശമില്ല, ആർക്കും അവകാശമില്ല. ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ. ഈ നിയമങ്ങൾ ഒരു കുടുംബത്തിൽ പാലിച്ചാൽ അവിടെ കൊലപാതകങ്ങൾ നടക്കില്ല, അവിടെ മാതാപിതാക്കളെ ധിക്കരിക്കലില്ല, അവിടെ സഹോദരങ്ങൾ തമ്മിൽ സംഘർഷങ്ങളില്ല. ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് ഒരു മതത്തിന്റെ ആവശ്യം എന്താണെന്ന് ഇന്ന് ചിന്തിക്കാത്തിടത്താണ് മനുഷ്യന്റെ മുഴുവൻ ആപത്തുകളും മുഴുവൻ വിപത്തുകളും വന്നു വിടുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാർ, പിശാച് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഔറത്തിന്റെ വിഷയത്തിലാണ്. നിങ്ങൾക്കറിയുമോ? നിസ്കരിക്കാത്തതിനെ തൊട്ട് ശൈത്താൻ കൂടുതൽ തടയില്ല. നോമ്പ് പിടിക്കാതിരിക്കാൻ കൂടുതൽ ശൈത്താൻ പ്രേരിപ്പിക്കില്ല. മറ്റ് ഇബാദത്തുകൾ ചെയ്തതിനെ തൊട്ട് കൂടുതൽ ശൈത്താൻ തടയില്ല. ശൈത്താൻ ഏറ്റവും കൂടുതൽ അവന് ഇഷ്ടം ഔറത്ത് വെളിവാക്കലാണ്. ഖുർആൻ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ടാണല്ലോ കൃത്യമായി നിസ്കരിക്കുന്ന ചില സഹോദരിമാർ ഫർദ് നോമ്പ് മാത്രമല്ല സുന്നത്ത് നോമ്പുകൾ ഒട്ടനവധി അനുഷ്ഠിക്കുന്ന സഹോദരിമാർ, പക്ഷേ പുറത്തിറങ്ങുമ്പോൾ അവരുടെ തലയിൽ തുണി ഉണ്ടാവൂല. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളെ വീട്ടിൽ മന്യ സ്ത്രീകളെ നോക്കണ്ട, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെയും, എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രായമുള്ളവരാണ്, ശബ്ദം കേൾക്കുന്ന എനിക്കറിയാം, നിങ്ങളുടെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, ചെറുമക്കളുണ്ട്. നിസ്കാരം ഉപേക്ഷിക്കുന്നവരൊക്കെ കുറവായിരിക്കും. റമളാനിൽ നോമ്പെടുക്കാത്തവരാരും ഉണ്ടാവൂല. ഖുർആൻ ഓതാത്തവരും ഓതാൻ അറിയാത്തവരും കൂടുതൽ ഉണ്ടാവില്ല. പക്ഷേ അവരെയൊക്കെ ശൈത്താൻ പിഴപ്പിക്കുന്നത് എവിടെ എന്നറിയുമോ? ഔറത്തിന്റെ വിഷയത്തിലാണ്. അല്ലേ? യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താൻ, ഓ ആദമിന്റെ മക്കളെ, നിങ്ങളെ പിശാച് വഴിപിഴപ്പിക്കാതിരിക്കട്ടെ, ഫിത്നയിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗ്ഗത്തിൽ നിന്ന് അവൻ പുറത്താക്കിയതുപോലെ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, എങ്ങനെയാണ് ആദമും ഹവ്വാവും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തായത്? ഔറത്ത് വെളിവായിട്ടാണ്. വിവസ്ത്രരായി സ്വർഗത്തിലെ നല്ല മനോഹരമായ വസ്ത്രം രണ്ടുപേരും ധരിച്ചിരുന്നു. രണ്ടുപേരും നല്ല നിലയിൽ ഔറത്ത് മറച്ചിരുന്നു. പക്ഷേ അല്ലാഹു തആലയുടെ വാക്കൊന്ന് ധിക്കരിച്ചപ്പോൾ രണ്ടുപേരുടെ ഔറത്ത് വെളിവായി പോയി. അതേ അവസ്ഥയിൽ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഇത് ശൈത്താൻ കാണിച്ച പരിപാടിയാണല്ലോ. പിശാചാണ് ആദമിനെയും ഹവ്വായിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണം. ഖുർആൻ പറയുന്നുണ്ടത്. എന്നാൽ അവര് അതുപോലെ, ആദമിന്റെ മക്കളെ, നിങ്ങളിലും ശൈത്താൻ കളിക്കും. എങ്ങനെ? നിങ്ങളുടെ ഔറത്ത് വെളിവാക്കാൻ. അതുകൊണ്ടല്ലേ ആധുനിക കാലഘട്ടത്ത് മനുഷ്യന് ഏറ്റവും കൂടുതൽ പരിഷ്കാരം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോഡേണായി കാണുന്നത് ആരെയാണ്? ഏറ്റവും കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നവരെയാണ്. ശരിയല്ലേ? ഉദ്ഘാടനങ്ങൾക്ക് കൊണ്ടുവരുന്നാരെ? പർദ്ദയിട്ടവരെ കൊണ്ടുവരോ? പൂർണ്ണമായി നഗ്നത മറച്ചവരെ കൊണ്ടുവരോ? ഇല്ല. തന്റെ ശരീരത്തിന്റെ അലങ്കാരങ്ങളെയും തന്റെ ശരീരത്തിന്റെ ഷേപ്പിനെയും കാണിക്കുന്നവരെയാണ് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? ശൈത്താൻ പറയുന്നത് എങ്ങനെയാണ്? അത് വലിയ വികസനമായിട്ട് അല്ലെങ്കിൽ വലിയ പുരോഗമനമായിട്ട് പിശാച് നമ്മളുടെ മുമ്പിൽ കാണിച്ചു തന്നു. പർദ്ദയുടെ കാര്യം മിണ്ടാൻ പാടില്ല പൊതുസമൂഹത്തിൽ.
അല്ലെ? കറുത്ത വസ്ത്രത്തിന്റെ കാര്യം പൊതുസമൂഹത്തിൽ മിണ്ടാൻ പാടില്ല. അതൊക്കെയും അപരിചിതമാണ്. അതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ അറബികൾ ധരിച്ചിരുന്നതാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ ഇടയിൽ പോലും അങ്ങനെ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയു, ഓ നബിയേ, ഖുൽ അസ്വാജിക വബനാതിക, അങ്ങയുടെ ഭാര്യമാരോടും അങ്ങയുടെ പെൺമക്കളോടും പറയണേ നബിയേ, വനിസാഇൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ എല്ലാ സ്ത്രീകളോടും പറയണേ നബിയേ. ഖുർആനിന്റെ ഒരു കൽപ്പന നബി തങ്ങളോടാണെങ്കിലും അത് നബി തങ്ങളോട് മാത്രമല്ല, എന്നോടും നിങ്ങളോടുമാണ്. എന്റെ റാത്തിക്കലിലുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന പുരുഷന്മാരായ എന്റെ സഹോദരന്മാർ, എന്റെ ഉപ്പമാർ, എന്റെ ചെറുപ്പക്കാർ, നിങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ നിർബന്ധമായി പറയണേ, നിങ്ങളുടെ പെൺമക്കളോട് പറയണേ, വനിസാഇൽ മുഅ്മിനീൻ, മുഴുവൻ സത്യവിശ്വാസികളായ സഹോദരിമാരോടും പറയണേ. എന്തെന്ന്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ വസ്ത്രങ്ങൾ അവരുടെ ശരീരത്തിൽ അവർ പൂർണ്ണമായി ഇട്ടുകൊള്ളട്ടെ. ജിൽബാബ്, ജിൽബാബ് എന്ന് പറഞ്ഞാൽ ഗൗൺ, അയഞ്ഞ വസ്ത്രം, ശരീരത്തിൽ പിടിച്ചു കിടക്കാത്ത, ശരീരത്തിന്റെ ഷേപ്പ് വെളിവാകാത്ത അയഞ്ഞ ലൂസായ വസ്ത്രം ധരിക്കാൻ നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ പറയണേ. അവരെ അറിയപ്പെടുവാൻ അത് ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞാൽ, ഇതൊരു വിശ്വാസിയായ സ്ത്രീ എന്ന് അറിയപ്പെടാൻ അതിന്റെ ഐഡന്റിറ്റി സഹോദരിയുടെ വസ്ത്രമാണ്, നിസ്കാരമല്ല. അല്ലെ? നാട്ടുകാർ കാണുന്നില്ല നിന്റെ നിസ്കാരം, നിന്റെ നോമ്പല്ല, നിന്റെ മറ്റു ഇബാദത്തുകളല്ല. ഒരു മുസ്ലിം സ്ത്രീ അത് കുലീനിയായ സ്ത്രീയാണ്, അഭിമാനമുള്ള സ്ത്രീയാണ്, ചാരിത്രത്തെ സംരക്ഷിക്കുന്ന സ്ത്രീയാണ്. അത് അവരുടെ ഐഡന്റിറ്റി എന്താണ്? അവർ ധരിക്കുന്ന വസ്ത്രമാണ്. മാത്രമല്ല ഫലാ യുദൈൻ, അവരെ ഉപദ്രവിക്കപ്പെടുകയുമില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ. ഖുർആൻ പറഞ്ഞു, നല്ല മാന്യമായ വസ്ത്രം ധരിച്ചാൽ സ്ത്രീകൾ മറ്റുള്ളവരുടെ ആക്രമണത്തെ, പീഡനത്തെ ഭയക്കേണ്ടതില്ല. ഫലാ യുദൈന, അതിന്റെ അർത്ഥം അങ്ങനെയാണ്, അവരെ ഉപദ്രവിക്കപ്പെടില്ല. ആധുനിക യുഗത്തിൽ എത്രയോ സാംസ്കാരിക പ്രവർത്തകന്മാർ, എത്രയോ ആളുകൾ പറഞ്ഞു, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ കാരണം പുരുഷന്മാരെ പ്രലോഭിപ്പിക്കുന്ന വസ്ത്രധാരണമാണ്. ഫെമിനിസ്റ്റുകൾ സമ്മതിക്കൂല, ലിബറലിസ്റ്റുകൾ സമ്മതിക്കൂല. പക്ഷേ മുസ്ലിമീങ്ങൾ മാത്രമല്ല, എത്രയോ അമുസ്ലിമീങ്ങൾ സാംസ്കാരിക പ്രവർത്തകന്മാർ നാഴികയ്ക്ക് 40 വട്ടം അവർ പറയുന്നുണ്ട്, പല രംഗങ്ങളിലും പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഏതൊരു പുരുഷനെയോ അവനെ ആക്രമിയാക്കുന്നത്, ചിലപ്പോൾ പീഡനത്തിന് കാരണമാക്കുന്നത് സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങളാണ്. എത്ര യാഥാർത്ഥ്യമാണത്! ലൂസായ വസ്ത്രം, അലങ്കാരമില്ലാത്ത വസ്ത്രം, സ്ത്രീകൾ അതാണ് ധരിക്കേണ്ടത്. അലങ്കാരമുള്ള വസ്ത്രം സ്ത്രീകൾക്ക് ധരിക്കാം. എവിടെ? അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ. അവളുടെ മുഖത്ത് പുട്ടിയിടാം. എവിടെ? അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ. അവൻ ആവശ്യമാണെങ്കിൽ അവളുടെ മുഖം മിനുക്കാം, അവൾക്ക് പൗഡർ ഇടാം, അവൾക്ക് സുഗന്ധം പൂശാം. എവിടെ? അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ. പ്രിയമുള്ളവരെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെവിടത്തെങ്കിൽ അമേരിക്കക്കാരുടെ കാര്യമല്ല പറയുന്നത്, ഇത് റഷ്യക്കാരന്റെ കാര്യമല്ല പറയുന്നത്. ഞാൻ ഇമാമ, എന്റെ നാട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതെനിക്ക് ബാധ്യതയായതുകൊണ്ട് പറയുകയാണ്. നിസ്കാരമുള്ള സഹോദരിമാര് തന്നെ, എല്ലാ ഇബാദത്തുകളും കൃത്യമായി ചെയ്യുന്ന സഹോദരിമാര് തന്നെ. പക്ഷേ ഔറത്തിന്റെ വിഷയത്തിൽ, തലമറയ്ക്കുന്ന വിഷയത്തിൽ നമ്മളുടെ കാലഘട്ടത്തിലെ പുതിയൊരു തലമുറ വളരെ പ്രശ്നത്തിലാണ്. ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. എന്റെയും നിങ്ങളെ വീട്ടിലുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ മോശക്കാരാക്കണ്ട. എന്റെ ഭാര്യയുടെ വസ്ത്രധാരണം എങ്ങനെ, എന്റെ മകളുടെ വസ്ത്രധാരണം എങ്ങനെ, എന്റെ സഹോദരി എങ്ങനെയാണ് നടക്കുന്നത്? പ്രിയമുള്ളവരെ, സ്ത്രീയുടെ ഒരു മുടി, തലയുടെ ഒരു മുടിയെങ്കിലും പുറത്ത് കണ്ടാൽ, അതിലൂടെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് തോന്നിപ്പോയാൽ ആ തെറ്റിന്റെ ഉത്തരവാദി ആ സ്ത്രീയാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആലോചിച്ച് നോക്കിയ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റീൽസുകൾ ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലൊക്കെ ഉൾപ്പെടെ എത്ര പേരാണ് ജീവിതത്തിന്റെ സ്വകാര്യ നിമിഷങ്ങൾ വരെ റീൽസ് ആക്കി അത് സ്റ്റാറ്റസ് വെച്ചിട്ട് നാട്ടുകാരെ കാണിക്കുന്നു. മാതാപിതാക്കൾക്ക് അതിൽ സങ്കടമില്ലേ?
പുരുഷന്മാർക്ക് അതിന് വേദനയില്ലേ? പ്രിയമുള്ളവരെ, വിശ്വാസികളോടാണ് നാം പറയുന്നത്. വിശ്വാസികൾക്ക് ഇത് ബാധ്യതയാണ്, ഇത് അനുസരിക്കൽ അവന് നിർബന്ധമാണ്. അല്ലാത്തവർക്ക് വിശ്വാസത്തിൽ പ്രശ്നമില്ല. ഇനി മുസ്ലിം പേര് വെച്ചിട്ട് ഞാൻ മുസ്ലിം അല്ലെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന ചില വിഡ്ഢികളുണ്ട്, അവർക്കും ഇത് പ്രശ്നമല്ല. പക്ഷേ വിശ്വാസിയാണോ? ഖബറുണ്ടെന്നൊരു വിശ്വാസമുണ്ടോ? മഹ്ശറയുണ്ടെന്നൊരു വിശ്വാസമുണ്ടോ? അവരുടെ കാര്യം കഷ്ടം തന്നെയാണ്. അല്ലാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എന്തെല്ലാം തിന്മകൾ ഒരു സ്ത്രീ, അത് കല്യാണത്തിനിടുന്ന വീഡിയോ ആകട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും സന്തോഷത്തിന് വേണ്ടി ഉണ്ടാകുന്ന എടുക്കുന്ന വീഡിയോ ആകട്ടെ, ആ വീഡിയോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ സ്റ്റാറ്റസ് വെച്ചില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് പരസ്യപ്പെടുത്തി ഏതെങ്കിലും പുരുഷൻ അത് നോക്കിയിട്ട് അവന്റെ മനസ്സിൽ എന്തെങ്കിലും തിന്മ തോന്നിയാൽ അതിന് കാരണക്കാരി ആരാണ്? ഈ വീഡിയോ ഇട്ടതാണല്ലോ. അപ്പൊ പറയുന്ന കല്യാണത്തിനൊക്കെ നല്ല നിലയിൽ ഒരുങ്ങിയിട്ട് ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണല്ലോ ഒരുക്കുന്നത്. ബ്യൂട്ടി പാർലറിന്റെ ഒക്കെ ചെലവൊക്കെ ഇന്ന് നമ്മളൊക്കെ സങ്കല്പിക്കുന്നതിനും അപ്പുറത്താണ്, അല്ലേ? പാപ്പമാരുടെ ലക്ഷങ്ങൾ എണ്ണിക്കൊടുക്കുക എന്നുള്ള പരിപാടിയല്ലേ അവർക്കുള്ളൂ. ഏത് നിലയിൽ ചെലവഴിക്കുന്നു, എത്ര കൊടുക്കുന്നു എന്നുള്ളതും അവർക്ക് പ്രശ്നമല്ലോ. അവർ ചെന്നിട്ട് ചെന്ന് നടന്ന് വാലിച്ച് കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് മകളുടെ കല്യാണം നല്ലതുപോലെ അടിച്ചു പൊളിച്ച് നടത്തണം. അതിന്റെ ചെലവ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? വീട്ടിലെ പെണ്ണുങ്ങളാണ്. ലക്ഷങ്ങൾ കൊടുത്തിട്ട് പിന്നെ അതിനൊന്ന് സ്റ്റാറ്റസ് ആക്കിയില്ലെങ്കിൽ പിന്നെ ആര് കാണാൻ, അല്ലേ? എന്റെ മുഅ്മിനീങ്ങളെ, ഇത് ഈമാനിന്റെ പ്രശ്നമാണ്, ഇത് വിശ്വാസിയുടെ പ്രശ്നമാണ്. എപ്പോഴാണ് അസ്രാഈൽ നിന്റെ അടുക്കൽ വരുന്നെന്നറിയില്ല, എപ്പോഴാണ് ഖബറിൽ എത്തുന്നെന്നറിയില്ല. നീ ഖബറിൽ കിടന്നാലും നീ ഇട്ട സ്റ്റാറ്റസ്, നിന്റെ മുഖം കാണിക്കുന്ന നിലയിലുള്ള നിന്റെ വീഡിയോയും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കും, നാട്ടുകാര് കണ്ടുകൊണ്ടിരിക്കും. അതിലൂടെ ഒരുപാട് തിന്മ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കും. നിനക്ക് ഖബറിൽ കിടക്കാൻ കഴിയില്ല, അവിടെ നിനക്ക് സമാധാനം ഉണ്ടാവില്ല. ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ തിന്മകൾക്കും അതിന്റെ വിഹിതം, ശിക്ഷ നിന്റെ ഖബറിൽ നീ ആസ്വദിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇല്ല, ഞാൻ പ്രായമായി തൗബ ചെയ്തിട്ട് എനിക്ക് മരണം വരികയുള്ളൂ എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ലല്ലോ. വിവാഹ വേളയിൽ പുതിയവണ്ണായി നിന്നിട്ട് താലി കെട്ടുന്നതിന് മുമ്പ് മരിച്ചു വീണുപോയ എത്രയോ സഹോദരിമാരുണ്ട്. വിവാഹമെല്ലാം നിശ്ചയിച്ചിട്ട് തന്റെ ഖദർ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അസ്രാഈൽ വന്ന് പിടിച്ചുകൊണ്ടുപോയ എത്രയോ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. അതുകൊണ്ട് മരണം തൊട്ടടുത്തുണ്ട്. ഇനി തൗബ ചെയ്യാൻ സമയം കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അല്ലാഹ് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. ടൂ വീലറുകളിൽ സഞ്ചരിക്കുന്നതിന്റെ സഹോദരിമാർ, ആവശ്യത്തിന് നമുക്ക് ടൂ വീലർ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഫോർ വീലർ ഉപയോഗിക്കണം, വാഹനം ഓടിക്കണം. അതൊന്നും ഇസ്ലാമിൽ തെറ്റല്ല. അതൊക്കെ അനിവാര്യമായ ഘട്ടത്തിൽ അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അവിടെയും നമ്മൾ ഔറത്ത് ശ്രദ്ധിക്കണേ. നമ്മളെ മദ്രസയിലൊക്കെ സാന്ദർഭികമായിട്ട് ഞാൻ ഇങ്ങനെ ഓർത്തുപോവുകയാണ്. മദ്രസയില് 5ഉം 6ഉം വയസ്സായ കുഞ്ഞുമക്കളെ മദ്രസയിൽ കൊണ്ടുവരും. നല്ല നിലയിൽ മഫ്ത ഇട്ടിട്ട്, മദ്രസയുടെ യൂണിഫോം ഉണ്ട്, വൈറ്റ് മഫ്ത ഇടണം. അപ്പൊ നല്ല നിലയിൽ കൊച്ചുമക്കൾക്ക്, അവർക്ക് മഫ്ത ഇടൽ നിർബന്ധമൊന്നുമില്ല. പ്രായപൂർത്തിയാകാത്ത പെൺമക്കൾക്കും ഔറത്ത് മറയ്ക്കണ നിർബന്ധമില്ല. പക്ഷേ മദ്രസയുടെ യൂണിഫോം എന്നുള്ള നിലയിൽ അവർക്ക് മഫ്ത ഇട്ട് കൊണ്ടുവരും. പക്ഷേ അവരുടെ ഉമ്മമാര്, ചെറുപ്പക്കാര്, സ്ത്രീകള്, ആ ഉമ്മമാരുടെ തലയിൽ തട്ട ഉണ്ടാവൂല, തല മറച്ചിട്ടുണ്ടാവൂല. യഥാർത്ഥത്തിൽ നിർബന്ധം ആർക്കാ? ഈ കുഞ്ഞു മക്കൾക്കാണോ കൊണ്ടുവന്ന ഉമ്മാക്കാണോ നിർബന്ധം? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ നിലയിൽ മക്കളെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം? മക്കൾക്ക് നമ്മൾ പ്രവൃത്തിയിലൂടെ മാതൃകയാകണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ നമ്മളുടെ മക്കളും അത് ചെയ്യില്ല, തലമുറകളിലൊന്നും അത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ പറയൽ നിർബന്ധമായ ചില കാര്യങ്ങൾ സാന്ദർഭമായി സൂചിപ്പിച്ചതാണ്. ഇതൊക്കെ എനിക്ക് നിർബന്ധമാണ് പറയൽ. കാണുന്ന തെറ്റുകള് വർത്തമാന കാലഘട്ടത്ത് ഏതായാലും അതൊക്കെ നിങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ടത്, ആ തെറ്റുകളിൽ നിന്ന് എന്റെ വർത്തമാനം കൊണ്ട് തടയല് എന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മളുടെ പെൺമക്കള്, നമ്മളുടെ സഹോദരിമാര്, നമ്മളുടെ ഭാര്യമാര്, വീടുകളിലുള്ള ആരുമാകട്ടെ, ഔറത്ത് വെളിവാക്കിക്കൊണ്ട് അത് മുഖം കാണിച്ചുകൊണ്ടായാലും റീൽസുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വീഡിയോയും മറ്റുമൊക്കെ എഡിറ്റ് ചെയ്തിട്ട് സ്റ്റാറ്റസ് വെക്കുന്നത്, അത് മറ്റുള്ളവർ തിന്മയിലേക്ക് പോകാൻ കാരണമാണ്. ആ തിന്മയുടെ എല്ലാ ഫലങ്ങളും ദുനിയാവിലും ആഖിറത്തിലും ഇത് ഉണ്ടാക്കുന്നവർക്കും അനുഭവിക്കേണ്ടി വരും. അല്ലാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.